ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ റഹ്മത്ത്. ഇന്നിവിടെ ഓട്ടടൻ്റെ മാവ് ഉണ്ടാക്കട്ടോ. ഇതിനിപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒന്നും ആരും പറയണ്ട. ഞാൻ ഉണ്ടാക്കണേന് പല രീതിക്ക് ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കണ ഇവിടെ അരിയിൽ ചോറും തേങ്ങ ഇട്ടിട്ടാണ്. അത് മാവ് ശരിയാക്കി കഴിഞ്ഞിട്ടോ. പുറത്ത് ഇവിടെയൊക്കെയോ നല്ല പാട്ടും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ശബ്ദങ്ങൾ ഇതിലൂടെ കേൾക്കുന്നുണ്ടാവും. പിന്നെ അടുത്തടുത്ത ക്വാർട്ടേഴ്സ് ആയതുകൊണ്ട് അതിൻ്റെ ശബ്ദം കേൾക്കും. ഞാൻ എന്താ ഓരോന്ന് ചുട്ടെടുക്കണം. ഇന്ന് മദ്രസ ഇല്ല, വെള്ളിയാഴ്ചയാണ്. അപ്പോൾ കുറച്ച് നേരം വൈകിട്ടാണ് പണിയൊക്കെ തുടങ്ങിയത്. പിന്നെ ഞാനൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വരുമ്പോൾ അധികവും എൻ്റെ അമ്മ ഇതാണ് ഇട്ടോ ഉണ്ടാക്കൽ. കാരണം മെലിഞ്ഞു പോയി എന്ന് പറഞ്ഞ് ഇതാണ് ഉണ്ടാക്കൽ. രാവിലത്തെ അധികം ചായക്കടി ഇത് തന്നെ ആവും. അധികം ഉമ്മമാരും ഇത് തന്നെ ആവും ഉണ്ടാക്കൽ. അതിന് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ആ ചോറ് തന്നെയാണ്. ചോറിടുന്നതുകൊണ്ടാണ് ഓൾക്ക് അത് ഉണ്ടാക്കി തരുമ്പോൾ ഒരു സന്തോഷമാണ്. പോകുമ്പോൾ കുട്ടികൾ എന്തോ ഒരു മാറ്റം വെച്ചൊരു ഇതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചുണ്ടാക്കിയതൊന്നുമല്ല, കുറേ ആയി ഉണ്ടാക്കിയത്. അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഈ ചട്ടിയിൽ ചിലത് നന്നാവും, ചിലത് നന്നാവില്ല. ഇന്നിപ്പം നന്നായിന് കേട്ടോ. പിന്നെ ഇന്നലെ വെച്ച ചോറ് കുറച്ച് ബാക്കി ഉണ്ടായിനി. അപ്പം അതിൽ നിന്നൊരു ഇത്തിരി ചോറ് തരച്ചതാണ്. പിന്നെ ഇടയ്ക്ക് വെച്ചൊരു ചെറുതായിട്ടൊന്ന് പാളി തോന്നണത് നന്നായില്ല. അങ്ങനെ വീണ്ടും ഞാൻ ചട്ടി കഴുകി വെച്ചതാണ്. പിന്നെ നിങ്ങൾ ഈ പഴയ ചോറൊക്കെ എന്താ ചെയ്യുക? ചിലർ ഒഴിവാക്കും, അതല്ലേ അത് തിളപ്പിച്ചൂറ്റൊക്കെ ആവും ചെയ്യില്ല. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് തിളപ്പിച്ചൂറ്റുക? ഞാൻ തിളപ്പിച്ചൂറ്റുക വെച്ചാൽ കഴുകി നല്ലോണം ഒന്നും കഴുകാൻ നിൽക്കണ്ട. കഴുകി കഴിഞ്ഞാൽ കേടുവരും ചോറ്. അത് ഫ്രഷായി കിട്ടണമെങ്കിൽ ഒരു പ്രാവശ്യം നല്ലോണം ഒന്ന് കഴുകി രണ്ടാമത്തെ പ്രാവശ്യം വെള്ളം ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഊറ്റിയിട്ട് വെള്ളം നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് എടുത്തിടുക. അല്ലാതെ നന്നായി ഇങ്ങനെ ഒലിമ്പി കഴുകി കഴിഞ്ഞാൽ ചോറ് പഴഞ്ചോറിനേക്കാളും കഷ്ടമാവും. അപ്പം ഞാൻ ചോറ് ഊറ്റി കഴിഞ്ഞതൊക്കെ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ചോറ് ഫ്രഷോടെ കിട്ടിയതൊക്കെ. ഓട്ടടൊക്കെ ചുട്ട് ഓട്ടടക്ക് ഇന്ന് തേങ്ങാപ്പാലേരി കേട്ടോ. അപ്പോൾ മോനെ ഞാൻ സ്കൂളിൽ പോകുന്ന തിരക്കിനിടയിൽ കടയിൽ പറഞ്ഞയച്ചിട്ടാണ്. അപ്പോൾ പച്ചക്കറിയും സാധനങ്ങളും ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ആ കവറിനെടുത്ത് മാറ്റുകയാണ്. തൈര്, വെളിച്ചെണ്ണ, ഉരുളക്കിഴങ്ങ്, പച്ചമുളക് എല്ലാം ഉണ്ട്. അപ്പം ഞാനിന്നൊരു ഉപ്പേരി ഉണ്ടാക്കുക. ഇതിൽ കാബേജിൻ്റെ കഷ്ണം ഉണ്ടായിന്. അപ്പം ഞാനൊരു ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിക്കും. ഞാൻ ഉണ്ടാക്കണ പോലെ നിങ്ങൾ ഉണ്ടാക്കലുണ്ടോയെന്ന് അറിയില്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതാ ഇന്നൊരു കല്യാണം ഉണ്ട്. ആ കല്യാണത്തിന് പോകാൻ എളുപ്പത്തിൽ പണി കഴിക്കുകയാണ്. കുട്ടികളൊക്കെ സ്കൂൾക്ക് വിട്ടിട്ട്. അപ്പോൾ കുക്കറിലാണ് ചോറ് വെക്കുന്നത്. അടുപ്പിൽ വെക്കാനൊന്നും നേരം കിട്ടിയില്ല. അപ്പോൾ കൊണ്ടുവന്നേയുള്ള കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഞാൻ കറിവേപ്പിൻ്റെ ഇല തണ്ടുമെന്നൊക്കെ ഒരു കുപ്പിലാക്കി. എനിക്ക് ഇത് ഒരാഴ്ചയോളം നിൽക്കും കേട്ടോ. കേടൊന്നും വരില്ല, ഉണങ്ങൊന്നുമില്ല. അതിനിടയ്ക്ക് ഞാൻ ചിക്കനൊക്കെ നന്നായി വൃത്തിയാക്കി കഴുകി വെച്ചാണ്. ഉരുളക്കിഴങ്ങൊക്കെ വൃത്തിയാക്കി രണ്ടും കൂടി കഴുകി ഒരു ഭാഗത്ത് വെച്ചാണ് കേട്ടോ. അപ്പം നിങ്ങളെൻ്റെ ചാനൽ കാണുമ്പോൾ ഈ ചാനലിൽ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല് കേട്ടോ. ഞാനത് ഉപ്പേരി ശരിയാക്കണേ. ഉള്ളി, തക്കാളി ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയതാണ്. പെട്ടെന്ന് പണി കഴിക്കുകയാണ്. കാരണം കല്യാണത്തിന് പോകാനുള്ളവരൊക്കെ വിളി തുടങ്ങിയാണ്. നമ്മളാ ഈ കോട്ടേഴ്സിൽ നിന്ന അയൽവാസിൻ്റെ മോൻ്റെ കല്യാണമാണ്. പിന്നെ ഈ ഉപ്പേരിൻ്റെ ടേസ്റ്റ് നിങ്ങളും അറിഞ്ഞിട്ടുണ്ടാവും. കാരണം ഈ ഉള്ളിൻ്റെ വില കൂടിയപ്പോഴേ നമ്മൾ സമോസൻ്റെ ഉള്ളിലും അതുപോലെ പിന്നെ കട്ട്ലേറ്റിൻ്റെ ഉള്ളിലും ഈ പപ്സിൻ്റെ ഉള്ളിലൊക്കെ ഇതൊക്കെ ഇനി കുറച്ച് ഉള്ളിയും കുറേ കാബേജും പിന്നെ മുട്ടാണോ ചിക്കനാണോ ബീഫാണോ അങ്ങനെയൊക്കെ ചേർക്കലേനി. അപ്പം ഞാൻ പപ്പടം കാച്ചെടുക്കാം കേട്ടോ. അധികം പപ്പടം കാച്ചുന്ന വീഡിയോ ഒന്നും അധികം എടുത്തില്ല. എല്ലാം ചെറുതായി ഇട്ടതാണ്. പപ്പടം ഞാൻ ചെറിയ 2 കഷ്ണമാക്കി മുറിച്ചാണ് എടുക്കുക. പെട്ടെന്ന് അങ്ങോട്ട് പൊള്ളി വരാനേ.
അപ്പോൾ ഇതാ ചിക്കൻ കറി വെക്കാൻ ഉള്ളി തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ച് ചിക്കനതാ പാത്രത്തിലാക്കി വെക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ കുത്തി വെച്ചിരിക്കണം. മസാലകളൊക്കെ അവിടെ മാറ്റി വെച്ചാണ്. മദ്രസ ഇല്ലാത്തപ്പോൾ നിസ്കാരം കഴിഞ്ഞ് കുറച്ച് അവിടെ തന്നെ കിടന്ന്. എന്നും രാവിലെ ഒരു പരക്കം പാച്ചിലാണല്ലോ. ഇന്ന് കുറച്ചൊന്ന് താമസിച്ചോട്ടെ വിചാരിച്ച്. അതിൻ്റെ ഇടയ്ക്കാണ് കല്യാണം വിളിക്കാൻ വന്നത്. അപ്പം ചിക്കൻ കറി ഉണ്ടാക്കാൻ ഞാൻ ചട്ടി ഗ്യാസുമ്മ വെച്ചിട്ടാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഒരു നാടൻ കറിയാണ് വെക്കുന്നത്. സോറി, പറഞ്ഞ് തെറ്റിപ്പോയതാണ്. അപ്പോൾ തക്കാളി ഉള്ളി ഇതൊക്കെ വാടി കഴിഞ്ഞപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് ഒക്കെ കൂടിയിട്ട് തിരക്ക് പിടിച്ചൊരു കറി ഉണ്ടാക്കലാണ്. അപ്പം അതിലേക്ക് ചിക്കൻ ഇട്ടണ്. ചിക്കൻ കറിയൊക്കെ ഇപ്പോൾ വെറൈറ്റി ആണല്ലോ വെക്കണം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം. ചിക്കൻ എങ്ങനെ കറി വെച്ചാലോ എല്ലാവരും തിന്നും. പിന്നെ പരിപാടി കഴിഞ്ഞ് വന്നിട്ട് പണിയെടുക്കാൻ ഒരു മടിയാവും. ഇപ്പോൾ ഇതൊന്നിങ്ങനെ തീർത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് നമുക്ക് ഇനിയിപ്പോൾ കൂട്ടത്തിൽക്കോ കുടുംബത്തിൽക്കോ പോയി വന്നാലും പിന്നെ പണിയെടുക്കാനുള്ള ഒരു ബേജാറുണ്ടാവില്ല. വന്ന് നിന്നാൽ മതിയല്ലോ. എപ്പോഴാണ് വരികയെന്നൊന്നും പറയാൻ പറ്റില്ല. കാണുമ്പോൾ പിന്നെ അവിടെ പോയി പരിപാടിക്ക് പോയാൽ തന്നെ നമ്മൾ കാണാത്തോലൊക്കെ ചിലപ്പോൾ അവിടെ വെച്ചാവും കാണൽ. ദൂരത്തുള്ളവരൊക്കെ അന്നേരമാവും കാണൽ. അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോഴല്ലേ നമ്മളെല്ലാവരും കാണൽ. പിന്നെ എപ്പോഴും പറയണ പോലെ എന്നെക്കാളും ശബ്ദം പുറത്തുനിന്നാവും കേൾക്കുന്നത്. എൻ്റെ ശബ്ദം കുറവാണ്. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്നൊക്കെ ആദ്യം തന്നെ പറയേണ്ടത് ഇനി. പക്ഷേ ഇപ്പം ഞാൻ ലാസ്റ്റിലെത്തിയോ അതൊക്കെ പറയാൻ മറന്നുപോയി. അതാ കറി തളിച്ചിട്ടോ. കറിയൊക്കെ ആയി. ഞാൻ പഴയ ചോറ് ബാക്കിയുള്ളത് ഞാൻ അതാ ഊറ്റിയിട്ട് ഫ്രഷായി കിട്ടിയതാണ് കേട്ടോ അത്. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ചെയ്ത് നോക്കി. വെറുതെ ചോറ് കേടെത്തണമായിട്ട് ഇങ്ങനെ കഴുകി കേടെടുത്തത് ചോറ്. ഇതിപ്പോൾ ഇന്ന് വെച്ച ചോറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അസ്സലാമു അലൈക്കും.